ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AlanAjax Creationz. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാനായിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോവാം. പിന്നെ നമ്മൾ ചെയ്യണത് ബട്ടർ ചിക്കൻ ആണ്. അപ്പോൾ അതിന് ഒരു 1/2 കിലോന് കൂടുതലുണ്ടാവും, ഒരു 600 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ അത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ വേണ്ടി വരില്ല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരച്ചതാണ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. കാശ്മീരി ചില്ലി ആകുമ്പോൾ എരിവൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇടുക. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. അത് ഇട്ടിട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മൂടി മാറ്റി വയ്ക്കാം. അത് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ നമ്മൾ മൂടി വെച്ചാലും മതി. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് തീ കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടായതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചിക്കനാണല്ലോ ഉണ്ടാക്കണം, അപ്പം ബട്ടർ വേണമല്ലോ. 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ബട്ടർ സോൾട്ടഡ് ആയാലും അൺസോൾട്ടഡ് ആയാലും കുഴപ്പമില്ല, കറിയിലേക്ക് ആയതുകൊണ്ട് സോൾട്ടഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അതൊന്നായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പിന്നെ ഇടാനുള്ള സാധനങ്ങൾ, ഒരു സവാള വലുത് കട്ട് ചെയ്തത് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 10-12 കാഷ്നട്ട്, ഇത് ഫുള്ളായിട്ടുള്ള കാഷ്നട്ടാണ്, അതൊരു 12 എണ്ണം. പിന്നെ വേണ്ടത് തക്കാളി ഒരു 2 തക്കാളി, അതും ചെറുതായി, അത്ര ചെറുതാക്കി അരിയണം എന്നില്ല, കാരണം എന്ന് വെച്ചാൽ നമുക്കിത് എല്ലാം കൂടി വഴറ്റിയതിന് ശേഷം അരയ്ക്കാനുള്ളതാണ്, അത് അരിഞ്ഞത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ, അതൊരു ടേബിൾ സ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് ഈ ബട്ടറിലിട്ടിട്ട് നമ്മൾ വഴറ്റിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ബട്ടർ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വഴറ്റിയെടുക്കാം. ബട്ടർ ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച സവോള ഇടാണ്. ഒരു സവോള, വലിയ സവോളയാണ്, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. അതിട്ട് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് ചൂടായി വഴന്ന് വന്നിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 5 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്ക് ചില്ലി പൗഡറും പിന്നെ തക്കാളിയും ഇടാം. അപ്പോൾ നമ്മളിത് വഴറ്റി കാഷ്നട്ടെല്ലാം ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ 1 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊടിയുടെ പച്ചക്കുത്തൊന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇടാം. ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എരിഞ്ഞ് വെച്ചത് 2 എണ്ണമാണ് എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത്, അത് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി തക്കാളി സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം വയ്ക്കാം. തക്കാളി സോഫ്റ്റ് ആയി കഴിയുമ്പോൾ, നമുക്ക് തക്കാളി വെന്ത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പിന്നെ മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കാം. ചൂടാറുമ്പോൾ അരയ്ക്കണം, ചൂടോട് കൂടിയിട്ട് അരയ്ക്കരുത്, ചൂടാറിയിട്ട് വേണം മിക്സിയിൽ അരയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് തക്കാളി ഇട്ടിട്ട് നന്നായി വഴറ്റി തക്കാളിയെല്ലാം നന്നായി വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതിൽ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഈ മസാലയിലേക്കുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ചിക്കനിലേക്ക് നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. മസാലയിലേക്കുള്ള ഉപ്പ് ഞാൻ ആവശ്യത്തിനുള്ളത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മസാല മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറാനായിട്ട്. അപ്പോൾ അതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതാവുന്ന സമയം കൊണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ചിക്കൻ്റെ പീസുകൾ എടുത്തിടുകയാണ്. ചെറിയ പീസുകളാക്കിയാൽ നമുക്ക് എളുപ്പം ആയി കിട്ടും. വലിയ പീസായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ബട്ടർ ചിക്കനിലൊക്കെ എപ്പോഴും ചെറിയ പീസായിരിക്കും അതിൽ. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചത് ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനത് കോരി എടുക്കുകയാണ് ഇനി എണ്ണയിൽ നിന്ന്. ഇനി നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ അരപ്പ് ചൂടാറിയിട്ടുണ്ട്, അത് അരച്ചെടുത്തിട്ട് വരാം. വഴറ്റിയത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും അതേ പാൻ തന്നെ ഞാൻ അതിലത്തെ ഓയിൽ മാറ്റിയിട്ടുണ്ട്.
എന്നിട്ട് പാൻ അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അരപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു കപ്പ് വെള്ളം, ഈ കപ്പ് ഇത്തിരി വലിപ്പമുള്ളത് കൊണ്ട് ഞാൻ ഇതിലൊരു 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം. 1 കപ്പ് വെള്ളം ഈ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിനി ബട്ടർ വീണ്ടും ഇട്ട് കൊടുക്കാനുണ്ട്. ബട്ടർ ചിക്കൻ ആകുമ്പോൾ ബട്ടർ കുറച്ച് വേണമല്ലോ, അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതൊന്ന് ചൂടായി വരട്ടെ. നമ്മൾ അരപ്പൊഴിച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചൂടായിട്ട് തിള വന്നു തുടങ്ങിയിട്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇത് നന്നായി ചൂടായി മെൽറ്റായി കഴിയുമ്പോൾ, ബട്ടറെല്ലാം മെൽറ്റായി ഇതൊന്ന് തിള വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം, അത് അമൂലിൻ്റെ വാങ്ങാൻ കിട്ടും ഫ്രഷ് ക്രീം എന്ന് പറഞ്ഞിട്ട്, അത് ഒഴിച്ചു കൊടുക്കാം. അത് ആ ബട്ടർ ഇട്ടിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീയെ സിമ്മിലേക്ക് വെച്ചിട്ട് ഇനി ഫ്രഷ് ക്രീം ഒഴിക്കാൻ പോവാണ്. ഇത് 250 ml പാക്കറ്റാണ്. ഇതിന്നൊരു പകുതി ഒഴിക്കാം. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒഴിക്കേണ്ട. ഈ കളർ കണ്ടിട്ട് ഇത്രയും കളർ എങ്ങനെ വന്നതെന്ന് വിചാരിക്കേണ്ട, കാശ്മീരി ചില്ലി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് കസ്തൂരി മേത്തി. അത് നമുക്ക് ഉലുവേര ഇല ഉണക്കി പൊടിക്കണതാണ്. അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, കസ്തൂരി മേത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് ഇതിൽ മിക്സായി വരണമല്ലോ, അതിന് വേണ്ടി വെക്കാം. ഇതാ നമ്മൾ എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ചിക്കനും ഇട്ടു. ചിക്കൻ അപ്പോൾ അതിൽ കിടന്നൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ചും കൂടി കസ്തൂരി മേത്തി മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റർ ബ്രോനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റർ ബ്രോന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടിയും ഫ്രൈഡ് റൈസിൻ്റെ കൂടിയെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് ബട്ടർ ചിക്കൻ. ഞാൻ്റെ കൂടിയും സെർവ് ചെയ്യാൻ പറ്റും. ഇനി ടേസ്റ്റ് ചെയ്തിട്ട് ടേസ്റ്റർ ബ്രോ പറയും. സൂപ്പറായിട്ട് അടിപൊളി ബട്ടർ ചിക്കൻ ആണ്. നല്ല കാഷ്യൂവിൻ്റെയും ഫ്രഷ് ക്രീമിൻ്റെയും ബട്ടറിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടണ ബട്ടർ ചിക്കൻ്റെ മാതിരി ഉണ്ട്, നല്ല മണമുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ.